വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാരും. പക്ഷെ ഒരാൾക്ക് മാത്രം വലിയ സന്തോഷമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കാര്യം പറയണത്. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ക്ഷണിക്കാത്ത പോലൊരു ക്ഷണിക്കൽ. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കമ്മീഷനിങ് പരിപാടി അതിഗംഭീരമായിട്ട് നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ സർക്കാർ. പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പ്രമുഖരെയും സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ക്ഷണിക്കലിന്റെ ആദ്യഘട്ടത്തില് പ്രതിപക്ഷ നേതാവിനെ മാത്രം ഉൾപ്പെടുത്തിയില്ല. അന്ന് വിളിക്കുമെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഈ പരിപാടി വച്ചത് സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണെന്ന വിശദീകരണം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് ക്ഷണിക്കുന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് കാര്യത്തോടെ എടുത്തപ്പോ നൈസായിട്ട് ഒഴിവാക്കിയില്ലേ. ഒന്നില്ലെങ്കിൽ എത്ര വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കണവരാ അവര്. അതിന്റെ പരിഗണനെങ്കിലും ഞങ്ങളുടെ സതീശേട്ടന് കൊടുത്തൂടെ? എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരു ഭാഗത്ത് വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുക, വേറൊരു ഭാഗത്ത് സങ്കുചിതമായ രാഷ്ട്രീയം കാണിക്കുക. ഈ തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവ് വാർഷികാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ കാര്യം വന്നപ്പോ സതീശേട്ടൻ പറഞ്ഞത് എന്തായിരുന്നു? ഞങ്ങൾ ആ പടി ചവിട്ടില്ലെന്നല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ പടി ചവിട്ടില്ലെന്നല്ലേ ശരിയാക്കി തരണ്ടേ. അപ്പൊ വിഴിഞ്ഞം കമ്മീഷൻ സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാക്കി നടത്തി. ഓ, ഈ CM-ന്റെ ഒരു കാഞ്ഞ ബുദ്ധിയല്ലേ. ഇനി സതീശേട്ടൻ എന്ത് ചെയ്യും? വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരുന്നത് അല്പത്തമാണ്. മുഖ്യമന്ത്രിയുടെ അല്പത്തമായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. That's not അല്പത്തരം ചെന്നിത്തലാജി. That's political trick. സതീശേട്ടൻ സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ എണ്ണില്ലാന്ന് പറഞ്ഞു. അപ്പൊ വിഴിഞ്ഞം കമ്മീഷൻ വാർഷികാഘോഷത്തിന്റെ ഭാഗമാക്കി. That's all. അതിന് പറയുന്ന ന്യായീകരണം 4ാം വാർഷികമാണ് എന്നുള്ളത് കൊണ്ടാണ്. 4ാം വാർഷികത്തിൽ എന്ന് മുതലാണ് BJP-യുടെ നേതാവും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് മുഖ്യമന്ത്രി കുടുംബത്തിനും കൂട്ടിയിട്ടല്ലേ. ഈ തുറമുഖത്തിന്റെ സുപ്രധാന മേഖലയൊക്കെ സന്ദർശിച്ചത് കുടുംബത്തിനും കൂട്ടിയിട്ടല്ലേ. ബാക്കി നിർമ്മാണ കാര്യങ്ങളുടെ ഒക്കെ പുരോഗതി വിലയിരുത്തിയതും കുടുംബത്തിനെ കൂട്ടിയിട്ടല്ലേ. അത് പോരെ. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ വിളിച്ചില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയും ഗവൺമെന്റിന്റെയും അധ്വാനമാണല്ലോ കാണുന്നത്. അപ്പൊ അടിച്ചെടുക്കേണ്ട ശ്രമമൊന്നുമില്ല, ഞങ്ങളുടെ തന്നെ. വിഴിഞ്ഞം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല UDF. അയ്യടാ, വിഴിഞ്ഞം ഞങ്ങളുടെ കുഞ്ഞാണെന്ന് LDF. മോദിജി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ കാണായിരുന്നു BJP. ഇതിലേറ്റവും ഹൈലൈറ്റ് നമ്മുടെ കോൺഗ്രസിന്റെ വാദം കേട്ടാ. അന്ന് അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്ത് പറഞ്ഞിരുന്നത്? അയ്യോ, വിഴിഞ്ഞം കടൽ കൊള്ളയാണേ, അത് മരണമണിയാണേ എന്ന് നിലവിളിച്ചിരുന്നവര് ഇപ്പൊ ആ പറഞ്ഞതൊന്നും ഓർക്കുന്ന പോലും ഇല്ല. ബൈ നമ്മള് വിഷയത്തിന് തന്നെ മാറുന്നു. ഇപ്പോഴത്തെ വിഷയം പറയും. ഞങ്ങളുടെ സതീശേട്ടന്റെ കാര്യത്തിലൊന്ന് പെട്ടെന്ന് തീരുമാനാക്കോ. വിഴിഞ്ഞത്തിന്റെ അകത്തേക്ക് കയറണോ പുറത്തേക്ക് പോണോന്ന് അറിയാണ്ട് ആ വാതിക്കല് നിക്കാണ് പാവം. അല്ല, ഞങ്ങൾ ആരോല്ലല്ലേ ചെയ്യേണ്ടത്. അത് ഡൽഹിയിൽ നിന്നാണ് തീരുമാനിച്ചു വരേണ്ടത്. ആരൊക്കെയാണ് വേദിയിൽ ഇരിക്കണം, അതൊക്കെ ആരെയൊക്കെയാണ് ഇരുത്തേണ്ടത് സംബന്ധിച്ചിടത്തോളം. ഡൽഹിയിൽ നിന്ന് തീരുമാനിക്കണമെങ്കിൽ ഇവിടുന്ന് ഒരു ലിസ്റ്റ് കൊടുക്കണ്ടേ? അതിന്റെ കാര്യം പറയേ. അത് മുഖ്യമന്ത്രിയല്ലേ അയക്കുന്നത്, ഞാനല്ലല്ലോ. ആ, കൈമലർത്തിക്കോ. നിങ്ങൾക്കല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ ഈ പരിപാടിയിൽ ക്ഷണിക്കാത്തതിലും മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം സന്ദർശനം നടത്തിയതിലും വല്ലാത്ത രീതിയിൽ വിമർശനം ഉയർന്നപ്പോ ആസ് യൂഷ്വൽ സർക്കാർ നൈസായിട്ട് ഒന്ന് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇന്നലെ വൈകിട്ട് ഫൈനലൈസ് ചെയ്തതും ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് ഉൾപ്പെടെ. ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയസിലിരിക്കണം, ആരെയൊക്കെ പ്രസംഗിപ്പിക്കും, എത്ര പേര് ഇരുത്തും എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്. ഓ, സതീശേട്ടനെ ക്ഷണിക്കാത്ത കാര്യം വിവാദമായപ്പോഴല്ലേ നിങ്ങൾ ഇപ്പൊ ക്ഷണക്കത്ത് കൊടുത്തത്? അതും ക്ഷണിക്കാത്തതും തമ്മിൽ ഇപ്പൊ എന്തിട്ട് എത്ര വ്യത്യാസം? ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല. അതിൽ ഇന്നലെ തന്നെ ശശി തരൂർ MP അദ്ദേഹം അവിടെ വരികയും കാണുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയാൽ ഞാൻ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലം MLA കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശശി തരൂര് പൊക്കി പറഞ്ഞപ്പോ ശശി തരൂരിന് നേരത്തെ തന്നെ ക്ഷണക്കത്ത് കൊടുത്തു അല്ലേ? ഇതാണ് വേണ്ടത്. നിങ്ങൾ എല്ലാരും കൂടെ ഞങ്ങളുടെ സതീശേട്ടനെ ഒഴിവാക്കാൻ നോക്കിയിരുന്നു. അല്ല, ഞാൻ പറയുന്നത് സംസ്ഥാനത്തിന്റെ ആയാലും കേന്ദ്ര ഗവൺമെന്റിലും വികസന പദ്ധതികൾക്കെല്ലാം അതിന്റെ എല്ലാ പരിപാടികൾക്കും പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്?
പിന്നെ ചില പരിപാടികൾക്ക് ഗവൺമെന്റ് വിളിക്കുന്നത് തന്നെ അത് ഗവൺമെന്റ് ഒരു മഹാമനസ്കതയാണെന്ന് കരുതിയാൽ മതി. അതല്ലാതെ അതിനെ പ്രതിപക്ഷ നേതാവ് അതൊരു അവകാശമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒന്നോ വിഴിഞ്ഞത്തെ പരിപാടിക്ക് ക്ഷണക്കത്ത് കൊടുത്തിട്ടും പുച്ഛവും പരിഹാസവും മാത്രം ബാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞത്ത് ആദ്യമായിട്ട് ചരക്ക് കപ്പൽ വന്നപ്പോ ഒരു പരിപാടി നടത്തില്ലേ? അന്നത്തെ പ്രസംഗത്തില് പ്രതിപക്ഷ നേതാവ് എല്ലാ ക്രെഡിറ്റും മുൻ മുഖ്യമന്ത്രിക്കല്ലേ കൊടുത്തത്. LDF സർക്കാരിനെ വേണ്ട പോലെ വിമർശിച്ച് പരിപാടിയുടെ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തു അല്ലേ? അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ഇനി വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും എന്താ കടവ് പുറത്തെടുക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്ക് അസാധാരണ വിലക്ക് ഏർപ്പെടുത്തി CPIM കേരള ഘടകം. അതെന്താ അങ്ങനെയൊന്നും ആലോചിക്കുണ്ടാവൂലേ? അതങ്ങനെയാണ്. രായാവിന് മീത വളർന്ന് വല്ലാത്ത ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ വെട്ടി ഒതുക്കുന്ന നേരത്തെ അറിയണതല്ലേ എല്ലാവർക്കും. ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചറും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതെ, ശ്രീമതി ടീച്ചർ പറഞ്ഞു വിലക്കില്ലാന്ന്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ വിലക്കില്ല എന്നുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി എന്നിട്ട് പറഞ്ഞത് ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഇനി ഇവിടെ വരാനും ഇവിടെ ഇടപെടൽ നടത്താനും ആവശ്യമില്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? അത് നാട് നിങ്ങൾ അറിഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങൾ മാത്രം എന്തൊന്നും അറിയാത്ത പോലെ. ട്രിക്കല്ലേ? 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ CPIM-ൽ. അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നു. അതെ, പ്രായപരിധി കർശനാണ്. അതുകൊണ്ട് ശ്രീമതി ടീച്ചർ കിടക്കുപുറത്ത് എന്ന് ഒരിക്കലും പ്രായമാവാത്ത, പ്രായപരിധി ബാധകമാവാത്ത ദ വൺ ആൻഡ് ഓൺലി പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നത് പോലെ ടീച്ചർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അത് സെൻട്രലിൽ നിന്ന് നേതൃത്വപരമായിട്ട് ഇടപെടുക എന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ല, പക്ഷെ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല, വിലക്കില്ല, വിലക്കില്ല, ഇവിടെ പ്രവർത്തിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇത് എവിടെ നിന്ന് വരുന്നു ഇങ്ങനെയുള്ള വാർത്ത എന്നുള്ളതാണ് അതിശയകരമായി തോന്നുന്നത്. അതുകൊണ്ട് ഇമാതിരി ചെറിയ വിഷയങ്ങളിൽ അഭിനയിക്കുന്ന നിങ്ങളൊരു കാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ ചെറിയ വിഷയമായിട്ട് തോന്നും. അവഗണിക്കപ്പെടുന്നതിന്റെ വിഷമം അവഗണിക്കപ്പെടുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ കോൺഗ്രസും CPIM തമ്മിൽ എന്തൊക്കെ വ്യത്യാസം? ശശി തരൂരിനോട് കോൺഗ്രസ് പറയുന്നതും കാണിക്കുന്നതും ഇതുപോലൊക്കെ തന്നെയല്ലേ? ദേശീയ തലത്തിലാണ് ശ്രീമതി ടീച്ചർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി എവിടെല്ലാം പാർട്ടി കമ്മിറ്റികൾ പങ്കെടുക്കണമോ അവിടുത്തെ പാർട്ടി കമ്മിറ്റികളെല്ലാം പങ്കെടുക്കും. അപ്പൊ കേരളത്തിലെ കാര്യോ? കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി ടീച്ചർ പങ്കെടുത്തപ്പോ ഇതൊന്നും ഇവിടെ പറ്റില്ല, നിങ്ങൾക്ക് ഇവിടെ ഇളവൊന്നുമില്ലാന്ന് മുഖ്യമന്ത്രി മുഖം കറുപ്പിച്ച് പറഞ്ഞു എന്നാണല്ലോ കേട്ടത്. ഈ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ മതി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ട സമയത്ത് PK ശ്രീമതി ടീച്ചർ പങ്കെടുക്കും. ദേ ചൂടായി. ചൂടാവാണ്ട് ഇപ്പൊ എന്തൊട്ട് ചെയ്യാ? മുഖ്യമന്ത്രി അല്ലേ രായാവ്. മൂപ്പര് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ഇവർക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ശ്രീമതി ടീച്ചർ പങ്കെടുത്തപ്പോ നിങ്ങൾക്ക് മാത്രം ഇളവ് തരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി മുഖം കറുപ്പിച്ചപ്പോ ഈ ചൂടാവലൊന്നും കണ്ടില്ലല്ലോ സഖാവേ. തീരുമാനം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണല്ലോ. വർത്തമാന കേരളത്തിലെ CPIM-ൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ടോ? ദേശീയ മഹിളാ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോ ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കാറില്ല, അതാണ് വാസ്തവം. എന്തായാലും ഈ വിഷയത്തില് ശ്രീമതി ടീച്ചർക്ക് വിലക്കുന്ന പിണറായി വിജയനും വിലക്കില്ല എന്ന് ബേബി സഖാവും പറഞ്ഞ സ്ഥിതിക്ക് ദേശീയ സംസ്ഥാന നേതൃത്വം 2 തട്ടിലായി എന്നാണ് പറച്ചില്. 2 തട്ടായാലും 3 തട്ടായാലും പിണറായി വിജയൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല കോംറേഡ്സ്.